ഞാൻ ഈ നഗരത്തിലാണ് ജനിച്ചത്. ഇവിടെ നിന്നാണ് ബിരുദം നേടിയത്. ചരിത്ര സമൂഹത്തിലെ ഒരാൾ ഒരു ദിവസം എൻ്റെ വാതിൽ മുട്ടി സമഗ്രമായിട്ടുള്ള ഒരു ഗവേഷണം നടത്തുകയാണ്. ഈ നഗരത്തെ, അതായത് ഒട്ടോമൻസിൽ നിന്ന് മോചിപ്പിച്ചത് ബ്രിട്ടീഷുകാരല്ല, ഇന്ത്യക്കാരാണെന്ന് കണ്ടെത്തിയതായിട്ട് പറയുന്നത് വരെ ഈ നഗരം പറയണമെന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് അദ്ദേഹത്തിന് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ ഹൈഫ മേയർ യോന യഹാവാണ് ഈ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ വീരമൃത്യു വരിച്ചിട്ടുള്ള സൈനികർക്ക് വേണ്ടി അവരുടെ ഇന്ത്യൻസിന്റെ സെമിത്തേരി ഉണ്ട് അവിടെ നടന്നിട്ടുള്ള സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ അവിടെ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറായുള്ള JP സിംഗും ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. അവർക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഭാരതത്തിന്റെ ഒരു ഏട് അവരുടെ പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവർക്കൊരു നന്ദി പറയണം. കാരണം ആ ഒരു മാന്യത, ആ ഒരു ബഹുമാനം അവർ നമ്മൾക്ക് നൽകുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ അവിടുത്തെ അംബാസിഡർ ആയിട്ടുള്ള JP സിംഗ് ഇത് പറയുന്നു. വൻതോതിലുള്ള അവസാനത്തെ കുതിരപ്പട നയിക്കുന്ന യുദ്ധമുണ്ടല്ലോ, ആ സമയത്താണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കുതിരപ്പട കോട്ട കെട്ടിയാണ് അവിടെ ആ പട്ടണം പിടിച്ചെടുക്കുന്നത്, ഒട്ടോമൻ ഭരണാധികാരികളെ പരാജയപ്പെടുത്തുന്നത് എന്ന് പറയുന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത ഏകദേശം 900 ഇന്ത്യൻ സൈനികരെ ഇസ്രായേലിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 900 സൈനികരെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇസ്രായേലിലെ ഹൈഫ, ജെറുസലേം, റാംലെ പ്രവിശ്യകളിൽ ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.